കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളുടെയും താക്കോൽ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിലെ ഒരുപാട് സത്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ യഹോവയായ ദൈവം ദാനിയേലിന് അനുവാദം കൊടുത്തില്ല. അന്ന് മുദ്രയിട്ടതായിരിക്കുന്ന പ്രവചന സത്യങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോ കർത്താവായ യേശുക്രിസ്തു തന്റെ മുമ്പിൽ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ വെളിപ്പെടുകയും ഒരിക്കൽ മൂടപ്പെട്ടത് അടയപ്പെട്ടതായിരിക്കുന്ന പ്രവചന സത്യങ്ങൾ അത് വെളിപ്പെടുത്തുവാനും മറനീക്കി കാണിക്കുവാനും യോഹന്നാനോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം. ഈ രണ്ട് പുസ്തകങ്ങളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദാനിയേൽ പ്രവചനം നമ്മൾ പഠിച്ചിരിക്കണം. കുറച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ കേവലം ചരിത്രങ്ങളാണ്, നറേറ്റീവാണ്. ഒടുവിലത്തെ 7 മുതലുള്ള അധ്യായങ്ങൾ അന്ത്യകാല സംഭവങ്ങളാണ്, അല്ലെങ്കിൽ പ്രവചന സത്യങ്ങളാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ച് പഠിക്കുവാൻ കഴിയും. 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ 19-ാം വാക്യം നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ആ വാക്യം? നമുക്ക് അതൊന്ന് വായിച്ചു എല്ലാവരും കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1:19. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കൈ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. മതി. ഇതാണ് വെളിപ്പാട് പുസ്തകം. യോഹന്നാൻ കണ്ട കാര്യം, ഇപ്പോഴുള്ള കാര്യം, വരുവാനുള്ള കാര്യം. എന്താണ് യോഹന്നാൻ കണ്ടത്? ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്, തേജസ്കരിക്കപ്പെട്ട കർത്താവ്. ഈ അടുത്ത ചൊവ്വ, പിന്നത്തെ ചൊവ്വ 2 ആഴ്ചകൾ ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റിനെ കുറിച്ച് മാൾട്ട IPCയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് നീ കണ്ടത്. ഇപ്പോഴുള്ളത് ദൈവസഭയാണ്. ഇത് സഭയുടെ കാലഘട്ടമാണ്, കൃപായുഗമാണ്, പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. അതാണ് ഇപ്പോഴുള്ളത്. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയെ കാണിക്കുമ്പോൾ ഇപ്പോഴുള്ള കാര്യമാണ് 2-3 അധ്യായങ്ങളിൽ പറയുന്നത്. സഭകൾക്കുള്ള ദൂതുകൾ, 7 സഭകൾക്കുള്ള ദൂതുകൾ, സഭാകാലഘട്ടം. ഇത് വരുവാനുള്ളത്, ഇനി മേലാൽ സംഭവിപ്പാനുള്ളത്. അത് 4-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെയുള്ള കാര്യങ്ങളാണ്. അത് വളരെ വേഗത്തിൽ അതിന്റെ അടുക്കും ചിട്ട അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഇനിയും സംഭവിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ വരവാണ്. കർത്താവ് വരുന്നു, ദൈവസഭയുടെ ഉൾപ്രാവണം നടക്കുന്നു, 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം ഭൂമിയിൽ എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ വിശുദ്ധ സഭയുമായി, അല്ലെങ്കിൽ മണവാട്ടിയുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്ത് ഭയങ്കര യുദ്ധം ഉണ്ടാകും. ആ യുദ്ധത്തിന് പേരാണ് ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തിൽ നമ്മുടെ കർത്താവ് ജയിക്കുന്നു. തുടർന്ന് 1000 വർഷത്തേക്ക് സാത്താനെ ബന്ധിക്കുന്നു. യെരുശലേമിനെ കേന്ദ്രമാക്കി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 1000 വർഷം
ദൈവജനത്തോട് ചേർന്ന് ഭരണം നടത്തും. 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. ഞാൻ ഇപ്പോൾ പറഞ്ഞ 20-ാം തീയതി, വെളിപ്പാട് 20-ാം തീയതി കാര്യമാണ്. സാത്താനെ അഴിച്ചുവിടും. അന്നേരം ഒരു ഏറ്റവും ഒടുവിലത്തെ യുദ്ധം നടക്കും. അതാണ് ഗോഗുമാഗോഗ് യുദ്ധം. ഗോഗുമാഗോഗ് യുദ്ധത്തിലും ജയം നമ്മുടെ കർത്താവിനുള്ളത്. തുടർന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദുഷ്ടന്മാരുടെ ന്യായവിധി, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ആ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന് മുമ്പിൽ ആരും രക്ഷപ്പെടത്തില്ല. ദുഷ്ടന്മാരുടെ ന്യായവിധിയാണ്. അവരെ എന്ത് ചെയ്യും? പിശാചിന്റെ ദൂതന്മാരെയും ദുഷ്ടന്മാരെ എല്ലാം തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഒരുങ്ങി നിൽക്കുന്ന വലിയ ദർശനം യോഹന്നാൻ കാണുന്നു. ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ പുതിയ യെരൂശലേം ഭൂമിയിൽ സംഭവിക്കുന്നു. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിത്യത, കോടാകോടി യുഗം, അന്തമില്ലാത്ത യുഗം, നമ്മുടെ കർത്താവിനോട് ഒന്നിച്ച് ഈ ഭൂമിയിൽ നമ്മൾ ആദമും ഹവ്വയും പാപം ചെയ്യാതിരുന്ന ആ പണ്ടത്തെ കാലത്തെ പോലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടം ദൈവം മടക്കി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവസഭ എടുക്കപ്പെടുന്ന രംഗമാണ്. 5-ാം അധ്യായത്തിൽ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ഭയങ്കര ന്യായവിധികൾക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് നാം കാണുന്നത്. നേരം മുദ്രയിടപ്പെട്ട പുസ്തകം അത് വാങ്ങാനോ അത് തുറക്കുവാനോ ആരെയും യോഹന്നാൻ കാണുന്നില്ല. യോഹന്നാൻ ഭയങ്കര കരച്ചിലാണ്. ഉടനെ ഒരു ശബ്ദം താൻ കേൾക്കുന്നു. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ 6-ാം അധ്യായം മുതൽ ന്യായവിധിയുടെ പരമ്പര നമുക്ക് കാണാൻ കഴിയും. 7 മുദ്രയാലുള്ള ന്യായവിധി, 7 കാഹളങ്ങളാലുള്ള ന്യായവിധി, 7 ക്രോധകലശങ്ങളാലുള്ള ന്യായവിധി. ഈ ന്യായവിധികളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു. 7 മുദ്രകളെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് ഡാനിയൽ ആൻഡ് റെവലേഷൻ നിങ്ങൾ യൂട്യൂബിൽ ചെന്ന് അടിച്ചു നോക്കിയാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നേരത്തെ പഠിച്ച ഭാഗങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങളത് കേൾക്കുക. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇത് റെക്കോർഡ് ചെയ്ത് ഇടുന്നത്. അതുകൊണ്ട് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മാത്രം പഠിക്കുക. മനസ്സിലായോ? ബൈബിൾ ചേർന്ന് പഠിക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഷെയർ ചെയ്യാനോ ഒന്നുമുള്ള സംഭവമല്ല. റീച്ച് കിട്ടാൻ വേണ്ടിയോ ഒതൊന്നുമുള്ള സംഭവമല്ല. പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനിടയായിത്തീരുന്നത് 7 കാഹളങ്ങൾ നമ്മളൊന്ന് തുടങ്ങി വെക്കാനിടയായി തീർന്നു. 8-ാം അധ്യായമാണ് അതിന് നമ്മൾ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 4 കാഹളങ്ങൾ ഊതിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ പഠിക്കാനിടയായി തീർന്നു. അതിന്റെ 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 1-ാമത്തെ ദൂതൻ ഊതി. എന്താ അവിടെ സംഭവിക്കുന്നത്? ഭൂമിമേൽ ഊതി. എന്താ സംഭവിക്കുന്നത്? മറന്നു പോകാതെ വേഗത്തിൽ ചാടിച്ചാടി പറഞ്ഞേ. വെജിറ്റേഷൻ സ്ട്രക്ക്. സകല പച്ചപ്പുല്ലും എല്ലാം വെജിറ്റേഷൻ എല്ലാം എന്ത് ചെയ്തു? അതിന്റെ 1/3 നശിച്ചുപോയി. കൽമഴ, തീയ്, രക്തം കലർന്ന കൽമഴയും തീയും അന്നുണ്ടായി. ഭൂമിമേലാണ് ഭയങ്കര നാശമുണ്ടായത്. 1/3 നാശം ഈ സസ്യങ്ങൾക്കെല്ലാം ഉണ്ടായി. 2-ാം കാഹളം ഊതിയപ്പോൾ സമുദ്രത്തിനെയാണ് ബാധിച്ചത്. സീ സ്ട്രക്ക്. 8-9 വാക്യത്തിലുണ്ട്, കത്തുന്ന വൻമല സമുദ്രത്തിൽ വീഴുന്നു, അല്ലേ?
സമുദ്രത്തിൽ 1/3 രക്തമായി, 1/3 ജീവികൾ മരിക്കുന്നു. സമുദ്രത്തിലെ 1/3 കപ്പലുകൾ നശിക്കുന്നു. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ കാഹളം ഊതിയപ്പോൾ സംഭവിച്ചത്. ഞാനത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാഹളം ഊതിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം കരയെ ബാധിച്ചു, രണ്ടാമത്തെ കാഹളം സമുദ്രത്തെ ബാധിച്ചു, മൂന്നാമത്തെ കാഹളം ഊതിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫ്രഷ് വാട്ടേഴ്സ് സ്ട്രക്ക്. നദികളിലും നീരുറവുകളെല്ലാം വലിയ പ്രയാസമുണ്ടായി, അല്ലേ? കാഞ്ഞിരം എന്ന് പേരുള്ള വലിയ നക്ഷത്രം ആകാശത്തു നിന്ന് വീണു. എല്ലാ നദികളും നീരുറവുകളും എന്ത് ചെയ്തു? കയ്പായിട്ട് തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ ഭൂമിയുടെ എല്ലാ അവസ്ഥയും മാറുക. ഭൂമിയിൽ സസ്യങ്ങളില്ലാതെ വരുന്നു, സമുദ്രത്തിൽ മത്സ്യങ്ങളില്ലാതെ വരുന്നു, ഉപ്പ് ഇൻഡസ്ട്രി എല്ലാം താറുമാറാകുന്നു, കപ്പൽ ചരക്ക് നീക്കം നിൽക്കുന്നു. പിന്നെ നദികളിലും നീരുറവുകളിലും ന്യായവിധി ഉണ്ടായപ്പോൾ കഞ്ഞി വെക്കാനോ കാപ്പി കുടിക്കാനോ ഐസ്ക്രീം ഉണ്ടാക്കാനോ മറ്റ് മനുഷ്യന്റെ അത്യാവശ്യ ആഹാരത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും തകരുക. എല്ലാം കയ്പാണ്. മനസ്സിലായോ? അത് മുഖാന്തരം മരണം സംഭവിക്കുകയാണ്. നാലാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം കരയിലും കടലിലും നദികളിലൊന്നുമല്ല. പിന്നെന്തുവാ? ഹെവൻലി ലൈറ്റ്സ് ഡാർക്കൻ. ആകാശത്തിലെ ലൈറ്റ് സിസ്റ്റത്തെ എല്ലാം ബാധിച്ചു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇതിനെല്ലാം ബാധിച്ചു. 1/3 ഓഫ് സൺ, മൂൺ ആൻഡ് സ്റ്റാർസ് ആർ ഡാർക്കൺ. സൂര്യന്റെ 1/3, ചന്ദ്രന്റെ 1/3, നക്ഷത്രം 1/3 എല്ലാം ഇരുട്ടായി പോയി. അന്നേരം രാത്രിയും പകലും ഈ എല്ലാം താറുമാറായി പോയി. റെഗുലർ ടൈമിംഗ് സിസ്റ്റം കൊളാപ്സ് ആയി പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം 4 കാഹളം ഊതിയ കാര്യം ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞാണ് ഇനി 13-ാം വാക്യം എടുക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 13-ാമത്തെ വാക്യമാണ്. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. നോക്കണേ, ഒരു കഴുകൻ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുക, വാവ് വാവ് വാവ്, എന്തോ കഷ്ടം 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 എന്ന് പറഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന 3 കാഹളങ്ങൾ ഭയങ്കര സിവിയറാണ്. കമ്മിങ് 3 ട്രംപറ്റ്സ് ആർ സിവിയർ. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ന്യായവിധിയുടെ സീരിയസ്നെസ്സിനെ വെളിപ്പെടുത്തുന്നതാണ് കഴുകൻ ആകാശത്ത് വിളിച്ചു പറയുന്നത്. കഷ്ടം കഷ്ടം കഷ്ടം. എന്താണ് കഴുകൻ വിളിച്ചു പറഞ്ഞ ആ കഷ്ടങ്ങളിൽ ഒന്നാമത്തെ കഷ്ടമാണ് 5-ാമത്തെ കാഹളം. അത് ഇവിടെ നിന്ന് വായിക്കാൻ പോവുകയാണ്. 9-ാം അധ്യായം 1 മുതൽ 12 വരെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. 9-ാം അധ്യായം അത് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിച്ച് പഠിക്കാനുണ്ട്. ആദ്യത്തെ 12 അധ്യായങ്ങൾ 5-ാമത്തെ കാഹളം ഊതുന്നതാണ്. അത് 1-ാമത്തെ കഷ്ടമാണ്. രണ്ടാമത്തെ ഭാഗം 13 മുതൽ 21 വരെയാണ്. അത് 6-ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്ന 2-ാമത്തെ കഷ്ടമാണ്. നമുക്ക് 1-ാമത്തെ കഷ്ടത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 1 മുതൽ 12 വരെ വായിക്കണം. ശ്രദ്ധിച്ചിരുന്നാലേ വെളിപ്പാട് ദിവസം പഠിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മനസ്സിലായില്ലെന്ന് പറയരുത്. ഓക്കെ. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു.
ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവനെ എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന ഭാഷയിൽ അപ്പലൂൻ എന്നും പേർ. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരും. കഷ്ടം 1 കഴിഞ്ഞു. ഇവിടെ അഗാധ കൂപം തുറക്കപ്പെടുകയാണ്. The bottomless pit is open. അഗാധ കൂപം. അന്നേരം ഒരു ഭയങ്കര കുഴിയാണ്. ഇതിന് അടിത്തട്ടില്ല. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ബോട്ടംലെസ് പിറ്റ്, അടിത്തട്ടില്ലാത്ത കുഴി. നമ്മളൊരു കിണറിന്റെ ആഴമൊക്കെ നിശ്ചയിക്കുന്നത് നാം നോക്കുമ്പോൾ അതിന് അടിത്തട്ട് കാണാം. അടിത്തട്ടില്ലെങ്കിലോ അങ്ങോട്ടങ്ങ് പോകാം, അതിനൊരു വ്യക്തത കാണത്തില്ല. ഇവിടെ 5ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു അഗാധ കൂപം തുറക്കപ്പെടുകയാണ്. എന്നിട്ട് ഡീമോണിക് ലോക്കസ്റ്റ് ടോർമെന്റ് പീപ്പിൾ വിത്തൗട്ട് ഗോഡ് സീൽ ഫോർ 5 months. ദൈവത്തിന്റെ മുദ്രയില്ലാത്ത ജനത്തെ 5 മാസം ഈ പൈശാചിക വെട്ടിക്കിളി പീഡിപ്പിക്കുകയാണ്. 5 മാസം. അതിന് കൃത്യമായ സമയമുണ്ട്. ഇതൊരു സാധാരണ സംഭവമല്ല. നമ്മൾ ഇപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കും. ദർ കിങ് ഈസ് അബദോൻ. എബ്രായ ഭാഷയിൽ ഈ വെട്ടുക്കിളിക്ക് സദൃശ്യമായ ഈ സമ്മിശ്ര രൂപമുള്ള ഈ ജീവിക്ക് ഒരു രാജാവുണ്ട്. ജീവിയല്ല, ഈ സൈന്യത്തിന് ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ പേര് അബദോൻ എന്നാണ്. എബ്രായ ഭാഷയിൽ അബദോൻ, ഗ്രീക്ക് ഭാഷയിൽ അപ്പൊല്ലോൺ. അബദോൻ എന്ന് പറഞ്ഞാലും അപ്പൊല്ലോൻ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം നാശമൂർത്തി എന്നാണ്. ഡിസ്ട്രോയർ, നശിപ്പിക്കുന്നവൻ. ആരാണ് ഈ അപ്പൊല്ലോൺ? ആരാണ് ഈ അബദോൻ എന്ന് പറയുന്നത്? നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ വീണുപോയ ദൂതന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. വീണുപോയ ദൂതന്മാരിൽ ഒരുവനാണ് ഈ അബദോൻ. വെളിപ്പാട് വർഷം 12:4 എന്ന് വായിക്കാമോ? വെളിപ്പാട് വർഷം 12:4.
അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ മതി. അന്നേരം വീണുപോയ ദൂതന്മാരെ നക്ഷത്രം എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം എഫീസ് ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഈ ഭൂമിയിൽ പൈശാചിക ശക്തികൾ തമ്പടിച്ചിരിക്കുന്നത് പോലെ അന്തരീക്ഷ മണ്ഡലത്തിലും എന്തുണ്ട്? പൈശാചിക ശക്തികളുണ്ട്. ലൂസിഫർ എന്ന് പറയുന്ന നല്ലൊരു ദൂതൻ സ്വർഗത്തിലുണ്ടായിരുന്നു. നമ്മള് ഏഞ്ചലോളജി ഒക്കെ പഠിക്കുമ്പോൾ, ദൂതശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ, ദൂതന്മാർ പല വിഭാഗത്തിൽപ്പെട്ടവരാണ്. ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഏത് ദൂതനാന്ന് പറയാമോ? വാർത്താവിനിമയ വകുപ്പ്. ഗബ്രിയേൽ. ആമേ. എന്റെ ജോണസമ്മതം, ഞാൻ രാജസ്ഥാനിലൊന്ന് വരുന്നു. ഗബ്രിയേൽ ദൂതൻ അല്ലേ? മറിയുടെ അരികിലും സക്രിയാവിന്റെ അരികിലും എല്ലാ വാർത്തകളുമായിട്ട് വരിക അല്ലെ? പിന്നെ വെളുമ്പറമ്പിൽ കിടന്ന ആട്ടിടയന്മാരരികിലും എല്ലാം വരുന്ന ആരാ? ഗബ്രിയേലാണ് ഈ ദൂതുമായിട്ട് വരുന്നത്. എന്നാൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ആരാ നിങ്ങൾക്കറിയാമോ? പ്രതിരോധ വകുപ്പിന്റെ തലവൻ ആമേ, മീഖായേൽ ദൂതൻ. ഈ തലവൻ എന്ന് പറയുമ്പോൾ ഒരാളാണെങ്കിലും അതിന് അനുയായികൾ ഒരുപാടുണ്ട്. മനസ്സിലായോ? നമുക്കറിയാം, ഗവൺമെന്റ് തലത്തിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരുടെ കീഴിൽ ഒത്തിരി കോവർക്കേഴ്സും ഫോളോവേഴ്സും. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്ത ഒരു ദൂതനായിരുന്നു ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ പിശാച് എന്നല്ല അർത്ഥം. ലൂസിഫർ വെളിച്ചത്തിന്റെ പുത്രൻ, അരുണോദയ പുത്രനായ ശുക്രൻ. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ യെശയ്യാ 14 അധ്യായം വായിച്ചാൽ മതി. യെഹെസ്കേൽ 28 രണ്ടും ചേർത്ത് പഠിക്കണം. അന്നേരം ഈ ഏറ്റവും ദൈവം സൃഷ്ടിച്ച ദൂതന്മാരിൽ ഏറ്റവും ഭംഗിയുള്ള ദൂതനായിരുന്നു ലൂസിഫർ. മനുഷ്യനെ ദൈവം എങ്ങനെ ഉണ്ടാക്കിയേ? വേഗം പറ, മനുഷ്യനെ എങ്ങനെ ദൈവം ഉണ്ടാക്കി? മണ്ണുകൊണ്ട്. അത് തന്നെ. സുമസിസ്റ്ററെ ഈരാറ്റുപേട്ട എന്തുകൊണ്ട് ഇന്ന് ക്യാമറ ഒന്നും ഓൺ ചെയ്തില്ലല്ലോ? ക്യാമറ ഞാൻ മെസ്സേജ് ഇട്ടത് സാറ് കണ്ടില്ലായിരിക്കും. ഞാനൊരു ജോലി സ്ഥലത്താണ്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ക്യാമറ ഓൺ ചെയ്തില്ലേലും ആത്മാർത്ഥത ഉള്ളതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. അന്നേരം ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. എന്നാൽ ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാന്ന് പറയാമോ? എല്ലാവിധ രത്നങ്ങളെ കൊണ്ടുമാണ് സൃഷ്ടിച്ചത്.
ഈ ലൂസിഫർ തന്റെ ചിറകൊന്ന് വിടർത്തുമ്പോ ഭൂമിയിലുള്ള സകല വാദ്യ ഉപകരണങ്ങളുടെ സൗണ്ട് വരും. അവിടെ അങ്ങനെ മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരിക്കും പുള്ളിക്ക് ഒരു ചെറിയൊരു ആഗ്രഹം വന്നു. ചെറിയൊരു ആഗ്രഹം എന്ന് പറയാനൊക്കത്തില്ല, ഒരു ഭയങ്കര ആഗ്രഹം. അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ കയറും. ഈ പാട്ടും ഒക്കെ നല്ലതാ, മ്യൂസിക്കൽ ട്രൂപ്പ് ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ ചർച്ചിലും പാട്ടിന്റെ ഗ്രൂപ്പൊക്കെ. പക്ഷെ പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. സാത്താൻ വേഗത്തിൽ കയറും. അന്നേരം അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനം മീതെ പുള്ളി കയറുമെന്ന് പറഞ്ഞാൽ പിന്നെന്തോ ഉണ്ട് പറ. നമ്മുടെ ദൈവം സകല നിരൂപണങ്ങളെ അറിയുന്ന ദൈവമാണ്. സകല നിരൂപണങ്ങൾ. ഉടനെ തന്നെ അരുണോദയ പുത്രനെ ദൈവം വെട്ടിത്താടിയിട്ടു. ഇനി അവൻ ഒരു നിമിഷം വെക്കാനൊക്കത്തി. അവൻ ഹൃദയത്തിനകത്ത് ചിന്തിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ഈ സൂം പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണ്ട. ദൈവഹിതമല്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചാൽ അതറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. 139 സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ? ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അടുത്ത എന്നാ പറയുന്നേ? ഞാൻ കിടക്കുന്നു എഴുന്നേൽക്കുന്നു, അറിയുന്നു. നീ അറിയുന്നു. ആമേൻ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കും. ദൈവത്തെ മറന്ന് ഒളിച്ച് ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനാണെങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം ദൈവം കാണുന്നില്ലേ? നിരൂപണങ്ങൾ അറിയുന്ന ദൈവം പ്രവൃത്തി എത്രയോ അധികമായി അറിയുന്നുണ്ട്. അങ്ങനെ ദൈവം ഈ ലൂസിഫറിനെ വെട്ടി താഴെ ഇട്ടപ്പോ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഒരു കൂട്ടർ അന്തരീക്ഷത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മസേനകളായി മാറി. വേറൊരു കൂട്ടർ ഭൂമിയിൽ എന്തും ഏത് സമയത്തും പ്രവർത്തിക്കുന്ന ഈവിൾ സ്പിരിറ്റ് ആയിട്ട്, ദുരാത്മാവായിട്ട് മാറാനിടയായിട്ട്. അന്നേരം വീണുപോയ ദൂതന്മാർ ആകാശമണ്ഡലം പിടിച്ചടക്കി, ഭൂമി പിടിച്ചടക്കി. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഈ പിശാചിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേര് ഈ ലോകത്തിന്റെ പ്രഭു എന്നാണ്. പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ലോകത്തിന്റെ പ്രഭു. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. വായിക്കാം. 5:13. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന്. 1 തെസ്സലോനി 4-ാം അധ്യായം 13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന്
ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ഇനി ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് മോളെ, ഞാനിത് വായിപ്പിച്ചത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സംഭവം പറയാനാണ് ഞാൻ ഇത് കൊണ്ടിരുന്നത്. അന്നേരം ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ യേശു കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമല്ലോ. ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ രൂപാന്തരം പ്രാപിച്ചവരും ഒക്കെ അന്ന് ദൈവസ്ഥലിൽ എടുക്കപ്പെടും കർത്താവിന്റെ വരവിൽ. ആ സമയത്ത് 3 സംഭവങ്ങൾ നടക്കുന്നതായിട്ടാണ് വായിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദം, 2 പ്രധാന ദൂതന്റെ ശബ്ദം. ഏതാണ് ഈ പ്രധാന ദൂതൻ? ഹൂ ഈസ് ആൻ ആർക്കേഞ്ചൽ? ആരാ പ്രധാന ദൂതൻ? മീഖായേല, മറക്കരുത്. പ്രധാന ദൂതൻ മീഖായേല, പ്രധാന ദൂതൻ. ഏത് ഗവൺമെന്റിന്റെയും പ്രധാന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്, ഹോം അഫയേഴ്സ്. നമ്മുടെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആരാ ഇപ്പോഴത്തെ? അറിയില്ല. രമേശ് ചെന്നിത്തല. ഗുഡ്. അന്നേരം നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആരാ? ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് രാജ്നാഥ് സിംഗ്. പ്രതിരോധ വകുപ്പാണ് അമിത്ഷാ. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ സ്വർഗീയ ഗവൺമെന്റിലെ പ്രധാന ദൂതൻ ആഭ്യന്തരം, മനസ്സിലായി, ഡിഫൻസ് കൈകാര്യം ചെയ്യുക, അത് മീഖായേലിന് ഡ്യൂട്ടിയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തിൽ പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാലം. എന്തിനാണ് ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാൻ നേരം ഈ പ്രധാന ദൂതൻ അവിടെ വരാൻ കാണാൻ? ഇതിനെല്ലാം ചുമ്മാത് പറയുന്ന ഇതെല്ലാം എത്ര അർത്ഥമുണ്ടെന്നറിയാം. കർത്താവിന് ഗംഭീരനാദത്തിന്റെ ആവശ്യം എന്നാ? ബഥാനിയിൽ ലാസർ മരിച്ച് 4 ദിവസമായപ്പോ യേശു എമ്പുരാൻ ആ കല്ലറയ്ക്കൽ വന്നു നിന്നിട്ട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ആ ശബ്ദത്തിൽ മരിച്ചവൻ പുറത്തു വന്നു. കർത്താവിന് ഗംഭീരനാദത്തിൽ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും അന്ന് ഉയർത്തെഴുന്നേൽക്കും. മനസ്സിലായില്ല? ഗംഭീരനാദം ചുമ്മാ രസത്തിന് പറയാനുള്ള വാക്യമല്ല, അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കാഹളം. അതുകൊണ്ട് ഈ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ വിളിച്ചു ചേർക്കാൻ വേണ്ടിയാണ്. അതിനാണ്, അവരെ ഒരുമിച്ച് കൂട്ടാനാണ് ദൈവത്തിന്റെ കാഹളം. അത് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കാഹളം ഊതിയ സംഭവമുണ്ട്, അത് നമുക്ക് പഠിക്കാം. എന്നാൽ ദൈവത്തിന്റെ കാഹളവും കർത്താവിന്റെ ഗംഭീരനാദവും ഒക്കെ മരിച്ചവരെ ഉയർപ്പിക്കാനും വിശുദ്ധന്മാരെ വിളിച്ചു കൂട്ടാനാണെങ്കിൽ പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ ആവശ്യകതയാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടെ പറയാം. പ്രധാന ദൂതൻ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട് യുദ്ധം ചെയ്യും. ആന സിസ്റ്റർ 100 വാർക്ക് നിങ്ങൾ തരിക. ശ്രദ്ധിച്ചാട്ടെ, അതായത് ഈ വിശുദ്ധന്മാർ ഇവിടുന്ന് ഉയർത്ത് മേഘമണ്ഡലവും നക്ഷത്രമണ്ഡലവും കടന്നാണ് സ്വർഗത്തിലോട്ടൊക്കെ പോകേണ്ടി. ഈ മേഘമണ്ഡലത്തിൽ വരുമ്പോൾ, നക്ഷത്രമണ്ഡലത്തിൽ വരുമ്പോൾ ഈ ദുഷ്ടാത്മസേനകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ദുഷ്ടാത്മസേന തടയും. നിങ്ങൾ ആഫ്രിക്കൻ ബായിൽ കണ്ടിട്ടുണ്ടോ? ആഫ്രിക്കൻ ബായിലൊക്കെ ഒരു നമ്മുടെ കണ്ടത്തിലൊക്കെ വന്ന് പറഞ്ഞാൽ അത് പിന്നെ അവിടെ കൃഷിയൊന്നും ചെയ്യാനൊക്കത്തില്ല, അതിങ്ങനെ നിറഞ്ഞു കിടന്ന എന്ന് പറഞ്ഞ പോലെ ഈ പൈശാചിക മണ്ഡലം വന്ന് ദൈവജനത്തെ മൂടാൻ സാധ്യതയുണ്ട്, മുമ്പോട്ട് ഉയരത്തിലേക്ക് വിടാതിരിക്കാൻ. ആ സമയത്ത്
പ്രധാന ദൂതനായ മീകായേൽ തന്റെ ദൗത്യം അവിടെ നിറവേറ്റും. ഈ പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരൊക്കെ പോകുമ്പോൾ എസ്കോട്ട് പോയിട്ട് വഴി ഒരുക്കി കൊടുക്കുന്ന പോലെ ഈ ദൂതൻ ആ വഴി ഒരുക്കി കൊടുക്കുവാനിടയായിത്തീരും. സന്തോഷമുണ്ടോ? അതുകൊണ്ട് ആകാശത്തിലെ ഒരു ദുഷ്ടാത്മ ശക്തിയും സ്തോത്രം വിശുദ്ധന്മാരുടെ ഉത്പ്രാവണത്തിൽ നമ്മളെ തടയത്തില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമീൻ. സ്തോത്രം. അങ്ങനെ വീണുപോയ ദൂതന്മാരിൽ ഒരുവൻ ഈ ബോട്ടംലെസ് പിറ്റിൽ നിന്ന് കയറി വരുന്ന കുതിരപ്പട കണ്ടല്ലോ, അതിന് രാജാവായിട്ടിരിക്കുക. മനസ്സിലായോ? ഇപ്പോഴേ സാത്താന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഈ രണ്ട് വിധത്തിലുള്ള വീണുപോയ ദൂതന്മാരുണ്ട്. ഒന്ന്, ദൈവം കൊടുത്ത ദൗത്യം ലൂസിഫർ നഷ്ടമാക്കി. അങ്ങനെ ലൂസിഫർ വീണുപോയ ദൂതന്മാരിൽ ഒരുവന. വേറൊരു ഗ്രൂപ്പുണ്ട്, യൂദയുടെ ലേഖനം 6-ാം അധ്യായം, 6-ാം വാക്യം, ഒരു അധ്യായമുള്ളൂ. യൂദയുടെ ലേഖനം 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. നേരം വേറൊരു വിഭാഗത്തെ ദൈവം ന്യായവിധിക്കായിട്ട് പൂട്ടിയിട്ടിരിക്കുക, ദൂരം തുറന്നു വിട്ടിട്ടില്ല. ലൂസിഫറിനും കൂട്ടർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അവരെ പിടിച്ച് ബന്ധിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ യൂദയുടെ ലേഖനം 6-ാം വാക്യത്തിലെ ദൂതൻ ലൂസിഫറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതല്ല. നിങ്ങൾ ഏഞ്ചലോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഒരുപാട് തർക്കങ്ങൾ ഉള്ളതാണെങ്കിലും പത്രോസിന്റെ ലേഖനവും യൂദയുടെ ലേഖനവും ഒക്കെ പഠിക്കുമ്പോൾ ഈ ദൂതന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്യജഡം മോഹിച്ചു പോയ ദൂതന്മാരാണ്. അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു വിഷയമാണ്. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെ ഭാര്യമാരായി എടുത്തു. അന്നേരം ദൂതന്മാർക്ക് വിവാഹമുണ്ടോ? ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ്. ദൂതന്മാർക്ക് വിശപ്പുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിക്കും. ദൂതന്മാർക്ക് വിശപ്പുണ്ടോ? എല്ലാരും ഇവിടെ ഉണ്ടോ? ദൂതന്മാർക്ക് വിശപ്പുണ്ടോ? ഇല്ല എന്ന് സുമസിസ്റ്റർ പറഞ്ഞു. ദൂതന്മാർക്ക് ദാഹമുണ്ടോ? വിശക്കുന്നതായിട്ട് പറയുന്നുണ്ട് ബൈബിളിൽ. ദൂതന്മാരുടെ ഭക്ഷണം മന്നയായിരുന്നു ഇങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ സാറേ. ദൂതന്മാരുടെ ഭക്ഷണം കൊടുത്തു എന്ന് അവരെ പോഷിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ദൂതന്മാരുടെ ഭക്ഷണത്താൽ പോഷിപ്പിച്ചു. ഓക്കെ. പക്ഷെ ദൂതന്മാർ ഒരു വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച കാര്യം ബൈബിളിൽ പറയുന്നു. അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന്. മനസ്സിലായോ? അവരെന്തൊക്കെയാ കഴിച്ചത്? അടയും ആട്ടിറച്ചി കൊണ്ടുള്ള മാനിറച്ചിയോ? ആടിന്റെ ഇറച്ചി. ആടാണോ? ആട്ടിറച്ചിയാണോ? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം എടുത്ത്. ഇല്ല, അത് നമുക്കെല്ലാം നമ്മുടെ കൃത്യനിഷ്ഠയോട് പോണേ.
ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം എടുത്തേ. പശുക്കിടാവ്. ആ, അതാരാ പറഞ്ഞേ? കറക്റ്റോ? ഇന്ന് അത് നമ്മൾ ഒന്നും പഠിച്ചില്ലേലും ദൂതന്മാർ തിന്നത് എന്താന്ന് പഠിക്കാൻ പോകും. ആ, സീന സിസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഓൺ ചെയ്യാതെ കേട്ടോ. ആ, കുഴപ്പമില്ല, ഇത് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, തീർച്ചയായിട്ടും. നാളെ പറഞ്ഞേക്കല്ലോ, പിന്നെ ഒന്നും മനസ്സിലാകുന്നില്ലെന്ന്, അതുകൊണ്ടാ. അബ്രഹാം ബന്ധപ്പെട്ട കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 അടങ്ങി മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയത് നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. ആ, മനസ്സിലായോ? നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. പശുക്കൂട്ടം എന്ന് പറയുമ്പോൾ തൊഴുത്താ. ഒരു തൊഴുത്തിനകത്ത് പശുവുണ്ട്, കാളയുണ്ട്, ഒക്കെ കാണും. ഒന്നുകൊണ്ടൊന്ന് വായിച്ചാതെ ശ്രദ്ധിച്ച്. പശുക്കൂട്ടത്തിൽ ചെന്നിട്ട് എന്തിനാ പിടിച്ചോണ്ട് വന്നേ? അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ആട്ടിൻകുട്ടി അല്ലെന്ന് മനസ്സിലായല്ലോ. ആടുമല്ല, പശുവല്ല, കാളക്കുട്ടി. ഇനി മറക്കുവോ? അന്നേരം 3 ദൂതന്മാര് അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നു. ഒരു ദൂതന് ഒരിടങ്ങഴി മാവ് കൊണ്ടുള്ള അപ്പം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിടങ്ങഴി മാവ് കൊണ്ടുള്ള അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഒരു നേരം 3 ദൂതന്മാർക്ക് 3 ഇടങ്ങഴി. ഒരിടങ്ങഴി എന്ന് പറഞ്ഞാൽ എത്ര നാഴിയാ? 4 നാഴി. 4 നാഴി, കറക്റ്റ്. ഒരിടങ്ങഴി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 കിലോ വരും അല്ലേ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് അത്രയും ഭക്ഷണം മാക്സിമം ഉണ്ടാക്കിയല്ലേ, കുറച്ച് മാത്രമായിട്ട് വെക്കില്ല, അധികം വരുമല്ലോ. അതെ അതെ. എന്നാൽ അബ്രഹാം ഒരു ഒരു അരിപ്പനൊന്നും അല്ലായിരുന്നു. നന്നായി കൊടുക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. നമ്മളാണെങ്കിൽ 3 പേര് വന്നു കഴിഞ്ഞാൽ 3 ഇടങ്ങഴി മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കുവോ? ഇല്ല. പറ, സത്യസന്ധമായിട്ട് പറ. നമ്മുടെ വീട്ടിൽ ഒരു 3 അതിഥികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കും? ഇല്ല. ഇല്ല. നമ്മളിങ്ങനെ കണക്ക് കൂട്ടും, മാക്സിമം 3 അപ്പം കഴിക്കും. 3 അല്ലേ? അങ്ങനെ കണക്ക് കൂട്ടിട്ട് പിന്നെ 1 കിലോ മാവ് കഷ്ടിച്ചേ എടുക്കത്തുള്ളൂ. നമ്മുടെ കാര്യം ഞാൻ വെറുതെ പറയുന്നത്, ചിലപ്പോൾ അത് കൂടെ എടുക്കുന്നുണ്ടായിരിക്കും. സാധാരണ നിലയിലെ കാര്യമാണ് പറയുന്നത്, നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മളൊരു ഒരു ഒരു ഉപദേശിയായതുകൊണ്ട് 10-40 വർഷം ഇങ്ങനെ ശുശ്രൂഷകളാകുന്നുണ്ട്. നമ്മൾ ഒരുപാട് വീടുകളിൽ പോയിട്ടുണ്ട്, അതെന്തെല്ലാം കണ്ടേക്കും. സ്വതന്ത്രം. അതുകൊണ്ട് പറയുന്നു. എന്താ, അവിടെ വന്ന ദൂതന്മാര് അപ്പവും തിന്നു, ഇറച്ചിയും കഴിച്ചു, വെള്ളവും കുടിച്ചു. അബ്രഹാം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ദൈവത്തിന്റെ ദൂതന്മാരാണോ എന്ന്. അബ്രഹാമിന് അറിയത്തില്ല. പുള്ളിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ പോയ 3 പുരുഷന്മാരെ ഓടിച്ചെന്ന് വിളിച്ചതാ. പുള്ളി ഒരു നന്നായി ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. പിന്നെ മനസ്സിലായി ഇത് ദൈവത്തിന്റെ ദൂതൻ. അറിയാതെ, എബ്രായ ലേഖനക്കാരൻ പറയുന്ന വിശ്വാസത്താൽ അറിയാതെ ദൈവദൂതന്മാരെ എന്ത് ചെയ്തു? സൽക്കരിച്ചു. അല്ലേ? പക്ഷെ ആ ദൂതന്മാർ പിന്നെ ലോത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ മനസ്സിലായത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. സോദോം ഗോമോറയെ നശിപ്പിക്കാൻ വന്ന വഴി അബ്രാഹാമിന്റെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങണം. പറഞ്ഞു വരുന്നത്, അബ്രഹാമിന് ദൂതന്മാർക്ക് ഏത് വേഷം എടുക്കാൻ കഴിയും. എന്താണ്? ദൂതന്മാർക്ക് ഏത് വേഷവും എടുക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ദൂതന്മാര് ഭക്ഷണം കഴിക്കും. മനസ്സിലായോ?
ആ കാലത്ത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഞാനിപ്പോ ആ ഏഞ്ചലോളജിലേക്ക് കയറണോ വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുക. എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം വെളിപ്പാട് പുസ്തകമാണ്. പക്ഷെ ഒരു സംശയം വന്നതുകൊണ്ട് പറയാം. ദൈവത്തിന്റെ പുത്രന്മാർ, പഴയ നിയമത്തിൽ നിങ്ങൾ എവിടെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരെന്ന് കണ്ടിട്ടുണ്ടോ, അതെല്ലാം ദൈവദൂതന്മാരെ ഉദ്ധരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ്. സൺസ് ഓഫ് ഗാഡ് എന്ന് പഴയ നിയമത്തിൽ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലൊക്കെ ഉണ്ട്. അതെല്ലാം ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് ഏദൻ തോട്ടം കാപ്പാൻ ഏൽപ്പിച്ച ദൂതന്മാർ ആ വാസസ്ഥലം വിട്ടുപോയി. വളരെ സ്പഷ്ടമായിട്ടാ പറഞ്ഞ, അന്യജഡം മോഹിച്ചു പോയ ദൂതന്മാർ. എന്നിട്ട് സോദോം ഗോമോറയിലെ പാപവുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അക്കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു, രാക്ഷസന്മാരുണ്ടായിരുന്നു. എല്ലാം ഒന്നും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിലും ദൂതശാസ്ത്രം പഠിക്കുന്നവർക്ക് ചിലത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഭാവം നിർത്തുക. അന്നേരം ആ ദൂതന്മാരെ എന്നേക്കും പൂട്ടിയിട്ടേക്കുക, ഇതുവരെ തുറന്നിട്ടില്ല. ലൂസിഫറിനും അവന്റെ സൈന്യത്തിനും ഫ്രീ ആയിട്ട് ഇപ്പം പോവാ. അവരെ എപ്പോഴാ ബന്ധിക്കുന്നത് നിങ്ങൾക്ക് പറയാമോ? ലൂസിഫറിന്റെയും കൂട്ടരെ ഇപ്പൊ എല്ലായിടത്തും സാത്താന്റെ പോരാട്ടമുണ്ട്. നിങ്ങളുള്ളിടത്ത് എല്ലാ രാജ്യത്തും ഉണ്ട്. അത് പിശാച് സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നതുകൊണ്ട്. ഈ സാത്താനെ എപ്പോഴാ ബന്ധിക്കുന്നതെന്ന് പറയാമോ? യെസ്, 1000 ആണ്ട് വാഴ്ചയുടെ തൊട്ട് മുമ്പ് ഈ സാത്താനെ ബന്ധിക്കും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതിനെ അഴിച്ചുവിടുകയും ചെയ്യും, അല്ലേ? ഇതിനെ അഴിച്ചു വിടുമ്പോഴാണ് ഗോഗുമാഗോഗ് യുദ്ധം ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ നമ്മള് 5ാമത്തെ ദൂതൻ ഊതിയപ്പോൾ വെട്ടിക്കിളിപ്പടയെ കൊണ്ട് മനുഷ്യരെ 5 മാസം ദണ്ഡിപ്പിക്കുവാൻ ഒരു സൈന്യം വരികയാണ്. എവിടുന്ന് വരുന്നു? അഗാധകൂപത്തിൽ നിന്ന്. ദൈവത്തെ വേണ്ടാത്ത തലമുറയെ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടങ്ങളിൽ ന്യായവിധി നടത്തുക എന്നുള്ളത് ദൈവത്തിന്റെ നീതി പ്രകാരം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വിഷയമാണ്. അഗാധകൂപം എന്ന് പറഞ്ഞാൽ അടി കാണാൻ പറ്റാത്ത കുഴി എന്നതിന്റെ അർത്ഥം, ബോട്ടംലെസ് പിറ്റ്. ഒരർത്ഥത്തിൽ പിശാചുക്കളെ കുത്തി നിറച്ചിട്ടിരിക്കുന്ന ഒരു ജയിലാണ് വെളിപ്പാട് 9-ാം അധ്യായം അതിന്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. പിശാചിനെ കുത്തി നിറച്ചിട്ടിരിക്കുക, സ്വാതന്ത്ര്യമില്ല. ലൂക്കോസ് 8:31 വായിക്കാം. ലൂക്കോസ് 8:31. ക്യാൻ യു ഫോളോ മീ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ലൂക്കോസ് 8:31 വായിക്കാം. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവനോട് അപേക്ഷിച്ചു. കർത്താവായ യേശു തമ്പുരാൻ ഗദരദേശത്ത് എത്തിയപ്പോൾ ഒരു ഭൂതഗ്രസ്തനെ കണ്ടു. ആ പുള്ളിയുടെ ദേഹത്ത് എത്ര പിശാചുക്കൾ ഉണ്ടായിരുന്നു? ഗദരദേശത്ത് എത്ര? 6000. 6000 ലഗ്യോൻ, അല്ലേ? 6000 ഭൂതം കയറിയ ഒരു മനുഷ്യൻ. നിങ്ങൾ നോർത്ത് നോക്കിയേ, ഇവിടെ ഒരു ഭൂതം എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല, അല്ലേ? സൂസമവേശത്ത് നോർത്ത് നോക്കി 6000 ഭൂതത്തെയും കൊണ്ട് ഈ മനുഷ്യൻ ജീവിച്ച്. അതുകൊണ്ടാണ് ഈ വിഷു അങ്ങ് ഒടിച്ചു കളയും. ആർക്കും അവനെ മെരുക്കാൻ പറ്റിയല്ല.
അതിന് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടപ്പം ഈ ഭൂതഗ്രസ്തൻ എന്നാ പറഞ്ഞത്? ഈ 6000 ഭൂതം ഒരുപോലെ നിലവിളിച്ചിട്ട് പറയുകയാണ്, പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുത്. അന്നേരം ഈ ഭൂതങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവര് പോകേണ്ട സ്ഥലം പാതാളത്തിലാണെന്നും യേശു കൽപ്പിച്ചാൽ പാതാളത്തിൽ പോകുമെന്നും അറിയാം. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും വിടല്ലേ, നിങ്ങളെ പന്നിക്കൂട്ടത്തിലോട്ട് വിട്ടേരെ. ആരോ ഒരു മനുഷ്യന്റെ 2000 പന്നികൾ ചത്തുപോയി അവിടെ, അല്ലേ? പന്നി ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. കഴിക്കുന്നവർ കഴിച്ചോട്ടെ. അതിന് പിശാചിന് വസിക്കാൻ ഒരിടം കർത്താവ് കണ്ടത് പന്നിയില്ല. അതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യം, എന്റെ വ്യക്തിപരമായ താല്പര്യം പറഞ്ഞു. അത് മാത്രമല്ല, ഈ പന്നി ഇറച്ചി നിങ്ങൾ എത്ര വേവിച്ചാലും ചില വേംസ് അതിനകത്ത്, വേംസ് എന്നുള്ള എന്റെ മലയാളത്തിൽ പറഞ്ഞ് അതിന്റെ പുഴുക്കൾ, അത് ചാകത്തില്ല. എത്ര വേവിച്ചാലും ചാകുകയില്ല. ഈ നരകത്തിലുമുണ്ട് ഈ കെടാത്ത തീയിൽ ചാകാത്ത പുഴുവുണ്ട്. പന്നിയിറച്ചിയിലുമുണ്ട് എത്ര വേവിച്ചാലും ചാകാത്ത പുഴു. ബൈബിള് പറയുന്നത് പന്നിയിറച്ചി കഴിക്കുന്നവൻ ഒരുപോലെ മുടിഞ്ഞു പോകുന്ന അങ്ങനെ വാക്യമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യെശയ്യാപ്രവചനം 66-ാം അധ്യായം എടുത്തേ. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ. നാളെ നിങ്ങളെ ആരും നോട്ട് കമ്പലിങ് യു, ഐ ആം ടെല്ലിങ് അബൌട്ട് മൈസെൽഫ്. 66 യെശയ്യാപ്രവചനം 66-ാം അധ്യായം എടുത്തേ. അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. യെശയ്യാപ്രവചനം 66-ാം അധ്യായം ആ ഒടുവിലത്തെ പാരഗ്രാഫ്. 22-ാം വാക്യം. തോട്ടങ്ങളിൽ പോകേണ്ടതിന് നടുവനെ അനുകരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും ഇറച്ചി, അറപ്പ്, ചുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവർ ഒരുപോലെ മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്തൊക്കെയാ കുഞ്ഞു ഒന്നുകൂടെ വായിച്ച് ശ്രദ്ധിച്ചില്ല എല്ലാരും. തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നി ഇറച്ചി, അറപ്പ്, കുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവർ ഒരുപോലെ മുടിഞ്ഞു പോകുമെന്ന യഹോവയുടെ അരുളപ്പാട്. ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും ഇതിനു മുമ്പ് ഇത് വായിച്ചായിരുന്നോ? വായിച്ചിട്ടുണ്ട്. അന്നേരം ഇപ്പൊ ചിലരൊക്കെ ചിന്തിച്ചു, പക്ഷെ അത് പഴയ നിയമമാണ്. പുതിയ നിയമത്തിലെല്ലാം അറുത്തു തിന്നാമെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആരോ ചിന്തിച്ചില്ലേ അതിനകത്ത്? പുതിയ നിയമത്തിൽ മുഴുവൻ അറുത്തു തിന്നാമെന്ന് ആരാ പറഞ്ഞേക്കുന്നത്? അങ്ങനെ വല്ല വാക്യമുണ്ടോ? പുതിയ നിയമത്തിലെല്ലാം അറുത്തു തിന്നാമെന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് പത്രോസിനോട് പറഞ്ഞ ജാതികളെ അശുദ്ധിയുമായി കാണരുത് എന്നുള്ളത് വെച്ചിട്ട്. അത് നിങ്ങൾ സമയം പോലെ അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം വായിക്കണം. അവിടെ കൊർന്നല്യോസിന്റെ അടുക്കൽ, കൊർന്നല്യോസ് ഒരു ജാതിയാണ്, ജെന്റൈൽ പേഴ്സണാണ്. കൊർന്നല്യോസിന്റെ അടുക്കൽ പത്രോസിനെ അയക്കണമെന്ന് ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. പത്രോസ് ഒരു യഹൂദനാണ്. ഈ പത്രോസിന് ഒരു ചെറിയ സ്വജനപക്ഷപാതമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇച്ചിരി പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു പത്രോസിന്. എന്നാൽ ദൈവം തീരുമാനിച്ചു അവന്റെ പാർഷ്യാലിറ്റി ഒടിച്ചു കളയണം. ദൈവം തീരുമാനിച്ചു. ദൈവത്തിന് മുഖപക്ഷമില്ല, അതുകൊണ്ട് നമുക്കും ആരോടും മുഖപക്ഷമില്ല. നമുക്ക് എല്ലാവരും ഒന്നാണ് ദൈവത്തില്. അങ്ങനെ പത്രോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു.
ആ ദർശനം ഒരു വലിയ ബാസ്ക്കറ്റ്, തുപ്പട്ടി എന്നൊക്കെയാണ്, ചിലർക്ക് അത് മനസ്സിലാകത്തില്ല. ഒരു ബാസ്ക്കറ്റ് നിറച്ച് ഭൂമിയിലെ സകല ഇഴജാതികളും അതിനകത്തുണ്ട്. അങ്ങനല്ലേ? അതെ. വാക്യം കണ്ടെങ്കിൽ വായിച്ച വേഗത്തിൽ. ഭൂമിയിലെ സകല ഇഴജാതികള്, സകല മൃഗങ്ങള്, സകല പറവകള് എല്ലാം ഉണ്ട്. ഇന്ന് വായിച്ച കുഞ്ഞെ. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ആ ഇഴജാതിയും ശ്രദ്ധിക്കണം. ആ ബാസ്ക്കറ്റ് നോക്കണം. ഒരു വലിയ വല്ലംകൊട്ടയെന്ന് അങ്ങ് ചിന്തിച്ചു. ആ വലിയ വല്ലംകൊട്ടയ്ക്ക് അകത്ത് ദർശനമാണ്. ഭൂമിയിലെ സകല നാൽക്കാലികളും, പിന്നെ ഇഴജാതിയും ഇടജാതിയും പറവയും, ഏഹ് ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. ആകാശത്തിന്റെ പറവയുണ്ടായിരുന്നു. അടുത്ത് തന്നെ പത്രോസേ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ലാവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ഈ ദർശനം മതി. ഈ ദർശനം തെറ്റായി വ്യാഖ്യാനിക്കരുത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വിഷൻ? ഈ ദർശനത്തിന്റെ അർത്ഥം എന്നാ? എല്ലാ അർത്ഥം തന്നെയാണ്. നിങ്ങൾ സകല ഇഴജാതികളും ആ ബാസ്കറ്റിനകത്തുണ്ട്. അട്ടയും പുഴുവും പാമ്പും ജലന്തി അരള എല്ലാം ഉണ്ട്. ഇതെല്ലാം അർത്ഥം തന്നെയാണോ? നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് പിന്നെ ആ മൃഗത്തെയും ഒക്കെ തിന്നാവുന്ന നമ്മളങ്ങ് പറയും. പക്ഷെ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒന്നും തെറ്റല്ല. ബൈബിൾ കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് സകല ഇഴജാതികളും ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ എണ്ണത്തിന് അർത്ഥം തിന്നണ്ടേ? വേണോ വേണ്ടായോ? നമുക്ക് എക്സ് എന്ന മൃഗത്തെ, എക്സ് എന്ന പക്ഷിയെ, ഇസഡ് എന്ന ഇഴജാതിയൊക്കെ ഇഷ്ടമാണ്, അത് മാത്രം തിന്നാം, അതെല്ലാം അർത്ഥം ഭക്ഷിക്കാം, ബാക്കിയുള്ളവരെ വേണ്ട. അങ്ങനാണോ? ഇവിടെ പത്രോസ് കണ്ട ദർശനം ഒരിക്കലും ഫുഡിനോടുള്ള ബന്ധത്തിലുള്ള ദർശനമല്ല, ഭക്ഷണം കഴിക്കുന്ന ദർശനമല്ല. പിന്നെന്താ? യഹൂദനായ നീ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയി ജാതികനായ ആ കൊർന്നല്യോസിനെയും കുടുംബത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നീ അവിടെ പോകണം. അതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ യഹൂദ മിഷണറിമാർ ജാതികളോട് സുവിശേഷം അറിയിക്കുന്നതിൽ എന്താ നിരുത്സാഹം പാടില്ല. അവർ ഉത്സാഹികളായിരിക്കണം ആ വിഷയത്തിൽ. അതുകൊണ്ട് ഈ ദർശനം കണ്ടപ്പോ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. തുടരെ ദൈവം ചോദിക്കും, ഞാൻ ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് നീ കാണുന്നു. മനസ്സിലായോ? യഹൂദന്മാർ മാത്രം സ്വർഗത്തിൽ പോയ പോരാ, സകല ജാതികളും സ്വർഗത്തിൽ പോകണം. അന്നേരം കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുവീൻ. മനസ്സിലായോ? അതാ പറഞ്ഞു. നമ്മുടെ ഫുഡുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കല്ലേ, അത് പാപമാണ്. കർത്താവ് ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാം അറുത്ത് ഭക്ഷിക്കാമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പത്രോസിനോട് സുവിശേഷീകരണത്തിന്റെ ദർശനമാണിത്. ഈ ദർശനം എന്തിന്റെയാണ്? സുവിശേഷീകരണത്തിന്റെ ദർശനമാണ്. ഇതാരെങ്കിലും തെറ്റായി വ്യാഖ്യാനിച്ചാൽ നിങ്ങൾ ചെവിക്ക് പിടിക്കാൻ പോകണ്ട, കർത്താവ് ചെവിക്ക് പിടിക്കും, ഉറപ്പാണ്. മനസ്സിലായോ? പ്രൈസ്. അന്നേരം ഈ ദുഷ്ടാത്മ സേന ബോട്ടംലെസ് പിറ്റിനകത്ത് പൂട്ടിയിട്ടിരിക്കുക. ഈ പാതാളത്തിന്റെ താക്കോൽ അടയില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. വെളിപ്പാട് 1:18 കിടപ്പുണ്ട്. എന്നാൽ ആ സമയം ഈ താക്കോല് ഈ അപ്പല്ലോന് കൊടുക്കും, തുറക്കും.
5 മാസം കഴിഞ്ഞിട്ട് ഈ ലോക്കസ്റ്റ് പടയെ അവിടെ തന്നെ അടച്ചിടും. 9:2 വായിച്ച് 9:2. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂള പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ആമേൻ. നരകത്തിലും പുകയുണ്ട്, ഇവിടെ കാണുന്ന അഗാധ കൂപത്തിലും പുകയുണ്ട്. അന്നേരം എന്തോ പുകയായിരിക്കണം. ആകാശം മുഴുവൻ മൂടത്തക്കവണ്ണമുള്ള പുകയെന്നൊക്കെ പറയുമ്പോ എന്തോ ആയിരിക്കണം എന്ന് ഓർത്ത് നോക്കുകയും അതൊക്കെ പഠിക്കണം. യോവേൽ പ്രവചനം ചേർത്ത് പഠിക്കണം. യോവേൽ പ്രവചനം 5-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിന്റെ ഒരു നിറവേറൽ കൂടാണ് ഈ വാക്യം. യോവേൽ പ്രവചനം 2:2, 2:30. മേഘവും കൂരിരുട്ടുമുള്ള ദിവസം. എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തെ മഹൂദ്ര കാലഘട്ടത്തെ കുറിച്ച് യോവേൽ പ്രവാചകൻ പറയുകയാണ്, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം. ഇരുട്ടും അന്ധകാരവും പരക്കുന്നതോടുകൂടെ ഒരു കൂട്ടം നാശക സൈന്യം ഭൂമിയിൽ പരക്കും. അഗാധ കൂപത്തിൽ നിന്നും അവ നേരെ ഭൂമിയിലേക്ക് വന്ന് ഭൂവാസികളെ ദണ്ഡിപ്പിക്കും. ഇവിടെ കാണുന്ന വെട്ടുക്കിളി സാധാരണ വെട്ടുക്കിളി അല്ല. എന്താണ് കാരണം? പഠിക്കണമെങ്കിൽ നിങ്ങൾ സദൃശവാക്യങ്ങൾ 30:27 വരണം. സദൃശവാക്യങ്ങൾ 30:27. വെട്ടുക്കിളിക്ക് രാജാവില്ല, എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. ബൈബിൾ പറയുന്നു, the locust have no king. വെട്ടുക്കിളിക്ക് എന്തില്ല? രാജാവ്. ഈ കൂട്ടത്തിനൊരു രാജാവുണ്ട്, അഗാധ ദൂതൻ. അവന്റെ പേര് എബ്രായ ഭാഷയിൽ അബദോൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ അപ്പൊല്ലോൻ എന്നും. നമ്മുടെ രാജ്യം തോമസാർ ഗ്രീക്ക് പഠിപ്പിക്കാൻ ആരംഭിച്ചു. നിങ്ങൾ അത് മിസ് ചെയ്യല്ലേ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷെ എന്തെങ്കിലും 10 വാക്കുകൾ പഠിച്ചാൽ ഒരു വാക്കിൽ നിങ്ങളുടെ മെമ്മറിയിൽ എന്തെങ്കിലും ഇരിക്കും. അതൊക്കെ ഒത്തിരി പ്രയോജനം ചെയ്യും. മനസ്സിലായോ? നിങ്ങൾ സെക്രട്ടറി കോളേജിലൊക്കെ പഠിക്കുവാണെങ്കിൽ ഫിസിക്സ് പഠിക്കാനുണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനില്ല. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊക്കെ മനസ്സിലാകത്തില്ല. അതുപോലെ ഈ ബൈബിളിൽ ഒരുപാട് സംഭവങ്ങൾ കിടപ്പുണ്ടെന്നേ. സ്തോത്രം. നമുക്ക് ഈ പാട്ടും ഒരു സങ്കീർത്തനവും ഒരു ഹല്ലേലൂയ ഒരു സ്തോത്രം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടു പോകുന്നതുകൊണ്ട് ബൈബിൾ പഠിക്കാൻ നമ്മൾ സമയം എടുക്കും. ബൈബിൾ പഠിച്ചാലുണ്ടല്ലോ അത് അനന്തമായി കിടക്കും. എത്ര പഠിച്ചാലും തീരത്തില്ല, എത്ര പഠിച്ചാലും മതി വരത്തുമില്ല. മനസ്സിലായോ? അതിനോട് വലിയൊരു താല്പര്യം ഉണ്ടാകണം. എന്നാലും ഇവിടെ സാധാരണ വെട്ടുക്കിളിക്ക് രാജാവില്ല. പക്ഷെ അഗാധ കൂപത്തിൽ നിന്ന് കയറി വരുന്ന ഈ വെട്ടുക്കിളി പടയ്ക്ക് എന്തുണ്ട്? രാജാവ്. അതുകൊണ്ടാണ് ഇത് സാധാരണ വെട്ടുക്കിളി അല്ലെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനിയും അതിന്റെ രൂപം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാനത് വേഗത്തിൽ പറഞ്ഞു വിടാം. വികൃതമായി തോന്നാവുന്നതാണ് ഈ രൂപം. ഒരു സമ്മിശ്ര ജീവി. ഒന്ന്, പടക്കോപ്പ് ഇടിവിച്ച കുതിരയ്ക്ക് സമം. ഈ അഗാധ കൂപത്തിൽ നിന്ന് കയറി വരുന്ന വെട്ടുക്കിളിയെ ശ്രദ്ധിച്ചാൽ പടക്കോപ്പ് ഇടിവിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻ കിരീടം. മുഖം നോക്കിയാൽ ഏതേലും വെട്ടുക്കിളിയുടെ മുഖം നോക്കിയാൽ മനുഷ്യന്റെ രൂപമുണ്ടോ? വെട്ടുക്കിളിക്ക് മനുഷ്യന്റെ രൂപമുണ്ടോ? പക്ഷെ ഈ അഗാധ രൂപത്തിൽ നിന്ന് വരുന്ന വെട്ടുക്കിളിക്ക് എന്തുണ്ട്? മനുഷ്യമുഖം. സ്ത്രീകളുടെ മുടി പോലെ അവന് മുടിയുണ്ട്. അതിന്റെ പല്ല് നോക്കിക്കേ, വെട്ടുക്കിളിയുടെ പല്ല്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ. ഇതിന്റെ കവചം ഇരുമ്പ് കവചം പോലെ. വാല് തേളിനുള്ളതുപോലെ.
ഈ ചിറകുകൾ മാത്രമേ വെട്ടുക്കിളികളോട് അല്പം സാദൃശ്യം തോന്നുന്നുള്ളൂ. ഇതൊരു ഒരു വിചിത്ര ജീവിയാണ്. ഞാൻ ഒരുപാട് ഓഫ് ചെയ്യാൻ പറയണേ, മറ്റുള്ള ഡിവൈസ് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയണേ, ഡിസ്റ്റർബൻസ് ഉണ്ടാവും, കേൾക്കാൻ മേല. ആരെങ്കിലും ബൈബിൾ വായിക്കുമ്പോഴോ എന്തെങ്കിലും ആൻസർ ചോദിക്കുമ്പോഴോ അന്നേരം നിങ്ങൾ ഡിവൈസ് അൺമ്യൂട്ട് ചെയ്ത് പറയും, പിന്നെ ഓഫ് ചെയ്യണം. ഓക്കെ, ഇല്ല സർ. ചിറകുകൾ മാത്രമേ വെട്ടുക്കിളിയോട് സാദൃശ്യമുള്ളൂ. ഒരു വികൃത ഒരു ജീവിയാണ്. നിങ്ങളൊക്കെ പല സൂവിൽ പോയിട്ടുണ്ട്, കാഴ്ച ബംഗ്ലാവിൽ. ഒരിക്കലും ഇങ്ങനൊരു ജീവിയെ നിങ്ങൾ കണ്ടിട്ടില്ല. ഈ സൈന്യം, ഈ വെട്ടുക്കിളി എന്ന് പറയുന്ന ഈ ജീവി തേളുകൊണ്ട് കുത്തിയാൽ മരിക്കാത്ത ഒരു കെമിക്കൽ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും. വേദന മാത്രമാണ്. 5 മാസം മനുഷ്യനെ ദണ്ഡിപ്പിക്കും. മരിക്കാൻ പോലും കഴിയത്തില്ല, അത്ര പ്രതിസന്ധിയാണ്. നെറ്റിയിൽ മുദ്രയുള്ള 144,000 പേരെ എന്തായാലും ഇതിന് തിരിച്ചറിയും. അവരെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ പ്രത്യേക ഓർഡർ ഉണ്ട്: പുല്ല്, പച്ചച്ചെടി, വൃക്ഷങ്ങൾ. സാധാരണ വെട്ടുക്കിളി ഒരു ദേശത്ത് വന്ന പച്ചായ മുഴുവൻ അത് തിന്ന് തീർക്കും, ഒന്നും ശേഷിപ്പിക്കത്തില്ല. പക്ഷെ ഇവിടെ അതിന് പുല്ലും വേണ്ട, പച്ചച്ചെടിയും വേണ്ട, വൃക്ഷം ഒന്നിനും കേടുവരുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടം. അതാണ് കഴുകൻ ആകാശത്ത് പറന്നു നടന്നത്. കഷ്ടം, കഷ്ടം, കഷ്ടം. ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കഷ്ടം. ഈ പൈശാചിക ശക്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ദൈവം ഈ കൃപായുഗം വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇന്ന് ഈ സത്യത്തിന് വേണ്ടി നിൽക്കാൻ മനുഷ്യൻ മടിക്കുന്നത്, ഒന്ന്, പലരുടെയും കുടുംബത്തിന്റെ പേര് പറഞ്ഞു, മറ്റു പലതിന്റെയും പേര് പറഞ്ഞു, വ്യക്തിബന്ധങ്ങളുടെ പേര് പറഞ്ഞു, സമൂഹത്തിന്റെ പേര് പറഞ്ഞു ഒക്കെയാണ്. പക്ഷെ ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുന്നു. ആർക്കും ആരെയും സഹായിപ്പാൻ കഴിയാത്തൊരു രാത്രി വരുന്നുണ്ട്. ഇപ്പോൾ അഗാധ കൂപത്തിൽ അടച്ചിട്ടിരിക്കുന്ന ഈ പൈശാചി ശക്തികളെയെല്ലാം ദൈവത്തിന്റെ അനുവാദത്തോടുകൂടി തുറക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ആരും നിലനിൽക്കും. മനസ്സിലായോ? ഭയാനകമായ കാലം. ഓടിച്ചിട്ട് മനുഷ്യനെ എന്ത് ചെയ്യുക? കുത്തുകയാണ്, ഉപദ്രവിക്കുകയാണ്. ഒന്നാം കഷ്ടം. ഇനി ഞാനൊരു 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക് തരികയാണ്. അതിനുശേഷം 5 മിനിറ്റ് മാക്സിമം, അത് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ തന്നെ കാണണം. ഇപ്പൊ നിങ്ങൾക്കൊന്ന് റിഫ്രഷ്മെന്റിന് അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. താങ്ക് യു. ഇപ്പോഴിത് കൃപയുടെ കാലഘട്ടമാണ്. പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായം 1 പറയുന്നുണ്ട്, now there is no condemnation those who are in Christ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. സ്തോത്രം. നമ്മുടെ ശിക്ഷാവധി എല്ലാം കർത്താവ് ഏറ്റെടുക്കുവാനിടയായി. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാ, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷാവധിയുണ്ട്, യാതൊരു സംശയമില്ല. എന്നാൽ ഈ കൃപാ കാലഘട്ടങ്ങളിൽ തിരുവചനപ്രകാരം നമ്മൾ ജീവിച്ചാൽ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാനിടയായിത്തീരും. നമുക്ക് 2 കാര്യം അറിയത്തില്ല. ഒന്ന്, ആര് എങ്ങനെ എവിടെ വെച്ച് മരിക്കും എന്ന് ആർക്കും അറിയത്തില്ല. അറിയാമോ? അറിയത്തില്ലെങ്കിലും മരണം നിശ്ചയമാണ്. നമുക്കറിയാം,
കുറെ ആളുകൾ വിയറ്റ്നാമിൽ ആ സ്ഥലമൊക്കെ കാണാൻ പോയത്. അത് കൊട്ടാരക്കരയുള്ള ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ബോട്ട് മുങ്ങി 15 ഇന്ത്യക്കാർ മരിച്ചു. ഇത് മലയാളികൾ ഉൾപ്പെടുന്നുണ്ട്. ആർക്കെങ്ങനെ എന്ത് എവിടെ സംഭവിക്കുന്ന ആർക്കും അറിയത്തില്ല. പക്ഷേ മരണം ഒരു യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. 2, നമ്മുടെ കർത്താവ് എപ്പോൾ വരും എന്ന് നമുക്കറിയത്തില്ല. ഏത് സമയത്തും വരാം, ഏത് സമയം. ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ കർത്താവ് വരാം. അന്നേരം രണ്ടിന്റെയും സമയം നിശ്ചയമില്ല. മരണത്തിന്റെ സമയം നിശ്ചയമില്ല, കർത്താവിന്റെ വരവിന്റെ സമയത്തിന് നിശ്ചയം ഇല്ല. നമുക്ക് ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ബി റെഡി ഫോർ ദാറ്റ്. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തോട് നമ്മൾ അടുക്കുക. പോയ സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഞങ്ങളുടെയൊക്കെ യൗവനകാലത്തിന് ഇഷ്ടംപോലെ വർഷങ്ങളും സമയങ്ങളും മുമ്പിലുണ്ടെന്നൊക്കെ വിശ്വസിച്ചൊരു കാലമുണ്ട്. പുറകോട്ട് നോക്കുമ്പോ എത്ര പെട്ടെന്നാ വർഷങ്ങൾ പോയത്. ഇരുന്നിട്ട് എഴുന്നേക്കുന്ന പോലെ വർഷങ്ങൾ പോയി. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. മനസ്സ് ഭയങ്കര ധൈര്യമാണെങ്കിൽ ശരീരം കൊണ്ട് ക്ഷീണമായിപ്പോയി, അല്ലേ? പലർക്കും. നമ്മുടെ കർത്താവിന്റെ വരവ്, ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നൊരു അവസരം നമുക്ക് ഉണ്ടാകുകയില്ല. കർത്താവ് വന്നു കഴിഞ്ഞ് നമ്മൾ തള്ളപ്പെട്ടു പോയാൽ പിന്നെ മനുഷ്യന്റെ ഗതി അതോ ഗതി തന്നെയാണ്. ഇത് ക്രിസ്തുവിന്റെ ഭരണകാലങ്ങളിൽ നടക്കുന്ന അതിന്റെ പേര് തന്നെ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹോപദ്രവകാലം, മഹാകഷ്ടകാലം. അത് യേശു തമ്പുരാൻ പറഞ്ഞേക്കുന്നത് ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടാകാത്തതും മേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. മനസ്സിലായോ? അതിൽ നിന്ന് തെറ്റുപിടിക്കാൻ ആർക്കും പറ്റുകയില്ല. അതുകൊണ്ടാണ് എബ്രായ ക്രിസ്ത്യാനികൾ പിന്മാറിപ്പോയപ്പോൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? There is no other chance. ഇപ്പോഴാ രക്ഷാ ദിവസം. മരിച്ചതിന് ശേഷമല്ല, കർത്താവ് വന്നതിന് ശേഷമല്ല, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഇപ്പോഴാണ് സുപ്രസാദകാലം, അല്ലെ? ഇനി നമ്മൾ വെളിപ്പാട് 9-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തേക്ക് നമുക്ക് വരാൻ പോവുകയാണ്. അതിന്റെ 13 മുതൽ 21 വരെ വായിക്കണം. വെളിപ്പാട് 9-ാം അധ്യായം 13 മുതൽ 21 വരെ വായിക്കാം. 6-ാമത്തെ ദൂതനൂതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാൽ അത്രേ കേടുവരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ
ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വേണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. വെളിപ്പാട് 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ആ വേദഭാഗം അഗാധ കൂപത്തിൽ നിന്ന് കയറി വരുന്ന വെട്ടിക്കിളിയുടെ ഉപദ്രവത്താൽ 5 മാസം മനുഷ്യന് ഉണ്ടാകാൻ പോകുന്ന ദണ്ഡനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ വേറൊരു സംഭവമാണ്. ഒരു കുതിരപ്പടയെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ 9-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ 3 സംഭവങ്ങളാണ് പ്രധാനമായിട്ട് കാണുന്നത്. 4 angels bound at the Euphrates are released. യൂഫ്രട്ടീസ് എന്ന മഹാനദിയുടെ തീരത്ത് ബന്ധിക്കപ്പെട്ടിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുന്നു. 2, a vast army kills 1/3 of mankind. ഈ വലിയ സൈന്യം മനുഷ്യരിൽ 1/3 ഇല്ലാതാക്കുന്നു. ചില അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. 3-ാമത്തെ വിഷയം, even after these judgments many people refuse to repent. ഇതെല്ലാം സംഭവിച്ചിട്ടും മനുഷ്യൻ തങ്ങളുടെ പാപപ്രവൃത്തി വിട്ട് മാനസാന്തരപ്പെടാൻ അവർക്ക് മനസ്സ് വന്നില്ല. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട പോലെ ആക്കി. മനസ്സിലായോ? എന്തെല്ലാം അവരുടെ മുമ്പിൽ കണ്ടു. എന്നിട്ട് അയ്യോ, ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണ്, കർത്താവിന് എനിക്ക് വേണമെന്ന് പറഞ്ഞ് മടങ്ങി വരാനോ ഹൃദയം ദൈവത്തിന് കൊടുക്കാനോ ഒരു അനുതാപമുള്ള ഹൃദയം അവർക്കില്ലാതെ പോയി. ഇന്നും സുവിശേഷം കേൾക്കുമ്പോൾ ഹൃദയം കഠിനപ്പെടുത്തുന്നവരുണ്ട്. ദൈവജനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സത്യമാണെന്ന് അറിഞ്ഞാലും അനുസരിക്കാത്തവരുണ്ട്. ഈ കൃപായുഗത്തിൽ രക്ഷയ്ക്കുള്ള ഒരുപാട് സാധ്യതകൾ മുമ്പിൽ കിടക്കുമ്പോൾ അത് റെഫ്യൂസ് ചെയ്യുന്ന ആളുകൾ ധാരാളം ഉള്ളപ്പോൾ, എതിർ ക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യൻ ആ നിലയിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടെയാണ്. ഇവിടെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ 13-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 13-ാം വാക്യം മാത്രം. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്. ആമേൻ. ഇവിടെ ഒരു സ്വർണ്ണ പീഠത്തെ കുറിച്ച് കാണാൻ കഴിയും. സമാഗമന കൂടാരം എന്നുള്ള ഒരു ആരാധന കേന്ദ്രം ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ യഹോവയായ ദൈവം മോശ മുഖാന്തരം അവർക്ക് പണി കഴിപ്പിച്ചു കൊടുത്തിരുന്നു. ബെസലേലും ഒഹോലിയാവും ആയിരുന്നു സമാഗമന കൂടാരം പണിത്. ഈ സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിപരിശുദ്ധ സ്ഥലം. മൊത്തം 7 ഉപകരണങ്ങൾ ഈ 3 ഭാഗത്തുണ്ട്. 2-ാം ഭാഗത്ത് ധൂപപീഠം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സ്വർണ്ണ ധൂപപീഠം എന്നവിടെ. ഈ സ്വർണ്ണ ധൂപപീഠത്തിന്മേൽ അൽബാന പശ, നിർമ്മല സാമ്പ്രാണി, കുന്തിരിക്കം ഇവയൊക്കെ ഇട്ട് അതിന്റെ സ്വർഗത്തിലെ അഗ്നി കൊണ്ട് ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ പുകഞ്ഞ് വെന്ത് അതിന്റെ സൗരഭ്യം സ്വർഗത്തിലെത്തും. അതിന്റെ ചുവട് പിടിച്ചായിരുന്നു ധൂപക്കുറ്റിയൊക്കെ വീശുന്നത്.
അന്നേരം ഈ സ്വർണ്ണ ധൂപപീഠം പ്രാർത്ഥനയെയും ആരാധനയെയും സ്തുതിസ്തോത്രത്തെയും കാണിക്കുന്നതാണ്. സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്ത് നാം കാണുന്ന സ്വർണ്ണ ധൂപപീഠം അത് പ്രാർത്ഥനയെയും സ്തുതിസ്തോത്രങ്ങളെയും ആരാധനയെയും കാണിക്കുന്നതാണ്. ഇവിടെ 9-ാം അധ്യായം 13-ാമത്തെ വാക്യം ഈ സ്വർണ്ണ ധൂപപീഠത്തിന് കൊമ്പുകളുണ്ട്. ഈ കൊമ്പ് സംസാരിക്കുന്ന കൊമ്പാണെന്നാണ് വായിച്ചത്, അല്ലെ? കൊമ്പുകൾ സംസാരിക്കുന്നു. ഈ പുസ്തകം എഴുതിയ സമയത്ത്, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ കൊമ്പ് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് എന്താ സംസാരിക്കാത്തത്? എല്ലാം അങ്ങ് സംസാരിക്കുകയല്ലേ. ഇന്ന് പലതരത്തിലുള്ള റോബോട്ടാണ്. റോബോട്ട് സംസാരിക്കുന്നു, കാറ് സംസാരിക്കുന്നു, മനുഷ്യനിർമ്മിതമായ എല്ലാം സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെ? ഇതൊന്നും ചെറിയൊരു കാര്യമല്ല. ഈ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന്റെ കാലഘട്ടത്തിൽ വലിയ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ സാക്ഷികളെ ദൈവം കൊണ്ടുവരും. ദുഷ്ടന്മാരെ ന്യായം വിധിക്കുക, ചുമ്മാ ന്യായം വിധിക്കുകയല്ല, സാക്ഷികളുടെ വാമൊഴി കൊണ്ടാണ് ശിക്ഷ നടപ്പാക്കുക. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് തിലാം ഉത്തരം പറയുമെന്ന്. ഉത്തരവും കഴുക്കോലും ഒക്കെ പറയും. സുവിശേഷം പറയാൻ ദൈവാസന്മാര് വീടുകളിൽ ചെല്ലുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത വീടുകളുണ്ട്, വീടിന്റെ ഗേറ്റ് അടയ്ക്കുന്നവരുണ്ട്. അന്നേരം ദൈവാസന്മാർ കാലിലെ പൊടി തട്ടിയിടും. കർത്താവ് പറഞ്ഞിട്ടുണ്ട് പൊടി തട്ടിയിട്ടു. ഈ പൊടിയൊക്കെ അന്ന് സാക്ഷി പറയാൻ അന്നേരം പൊടി സംസാരിക്കും, വീടിന്റെ കഴിക്കോലും ഉത്തരവും സംസാരിക്കും. അങ്ങനൊരു കാര്യം കർത്താവിന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ധൂപപീഠത്തിന്റെ കൊമ്പും സംസാരിക്കും. ഈ കാലത്ത് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇന്ന് ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുന്ന ഒരു ആധുനിക കാലഘട്ടമാണ്. 6-ാം ദൂതൻ ബാധയുള്ള നാശദൂതന്മാരെ അഴിച്ചുവിടുന്നു. 6-ാമത്തെ ഊതുമ്പോൾ നാശദൂതന്മാർ അഴിച്ചുവിടുക, റിലീസ് ചെയ്യുക. ഈ 4 ദൂതന്മാരെ അഴിച്ചുവിട്ടപ്പോൾ വലിയ ഒരു കൂട്ടം കുതിരപ്പട പുറപ്പെട്ടു. നേരത്തെ നമ്മള് വെട്ടുക്കിളിയുടെ പടയായിരുന്നു, ഇവിടെ നമ്മൾ കാണുന്ന കുതിരപ്പടയാണ്. 5-ാം കാഹളം ഊതിയപ്പോൾ കണ്ട വെട്ടുക്കിളിയെ പോലെ തന്നെ ഒരു സമ്മിശ്ര നാശമൂർത്തി സംഘമാണ് ഈ കുതിരപ്പട. അവയുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കിക്കേ. 10,000 മടങ്ങ് 20,000 എന്ന് യോഹന്നാൻ കേൾക്കുക. പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ കേൾക്കുന്ന സൗണ്ട് എന്നാ? ഈ 5-ാം കാഹളം ഊതിയപ്പോൾ കണ്ട വെട്ടുക്കിളിയെ പോലെ തന്നെ ഒരു സമ്മിശ്ര നാശമൂർത്തി സംഘം ആയ ഈ കുതിരപ്പടയുടെ എണ്ണം 10,000 മടങ്ങ് 20,000 എന്ന് യോഹന്നാൻ കേട്ടു. അന്നേരം 10,000 ഗുണം 20,000 എത്ര കിട്ടും? 10,000 ഗുണം 20,000 20 കോടി. 20 കോടി അംഗസംഖ്യയുള്ള ഒരു കുതിരപ്പട അത് ഭൂമിയിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇവിടുത്തെ കുതിര ഒരു സമ്മിശ്ര ജീവിയാണ്.
പുരാതന കാലഘട്ടങ്ങളിലൊക്കെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു മൃഗമാണ് കുതിര. മൂന്ന് വ്യൂഹങ്ങളാണ് ഏൻഷ്യന്റ് വേൾഡിലൊക്കെ യുദ്ധത്തിന് ഉപയോഗിച്ചത്. ഒന്ന് ആനപ്പട, ആനയുടെ പുറത്ത് ചെന്ന് യുദ്ധം ചെയ്യും. 2 കുതിരപ്പട, 3 കാലാൾപ്പട. ഇന്ന് വളരെ സിമ്പിളായിട്ട് പറയാം, കര, വ്യോമം, നാവികം, അല്ലെ? പഴയ കാലത്ത് ഇതേ ഉള്ളായിരുന്നു, കാലാൾപ്പടയും കുതിരപ്പടയും ആനപ്പടയും ഉള്ളായിരുന്നു. ഇനി ഇതിന്റെ രൂപം നിങ്ങൾ ശ്രദ്ധിച്ചേ. തല സിംഹത്തിൻ്റെത്, ഉടൽ കുതിരയുടേത്, വാല് പാമ്പിന്റെ വാല് പോലെ, അല്ലേ? എന്റെ വാൽ എങ്ങനെയാന്ന് നോക്കിയേ, എങ്ങനത്തെയാന്ന് നോക്കിയേ, ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. സർപ്പത്തെ പോലെ തലയുള്ളത്. ആ, നോക്കിയേ, സർപ്പത്തിന്റെ തലയുള്ള വാല്. മറ്റേ വെട്ടുക്കിളിയുടെ വാൽ എങ്ങനത്തെയായിരുന്നു? തേളിനുള്ളതുപോലെ. ഒരു നടക്ക് നമ്മളെ വിടത്തില്ല, അല്ലേ? എത്ര ആ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ പാർക്കുന്നെങ്കിൽ അവരനുഭവിക്കാൻ വന്ന വ്യത നിങ്ങൾ നോക്കിക്കേ. ഈ ജീവി ലൂസിഫറിന്റെ പ്രവർത്തന ഫലമായി ദുഷ്ടതയുള്ളതായി തീർന്ന പൂർവ്വലോകത്തിലെ ജീവിയായിരുന്നു. തന്നിമിത്തം ഇവയെ അന്ത്യ ന്യായവിധി ദിവസം വരെ ബന്ധിച്ചിരിക്കുന്നു. ഇതിനെ ബന്ധിച്ചിട്ടേക്കുവാ. ആ പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ഞാൻ ഇതെല്ലാം പറഞ്ഞുതരാം. ഇതിന്റെ തല സിംഹത്തിൻ്റെത്, ഉടൽ കുതിരയുടേത്, വാല് സർപ്പത്തിന്റെ തല പോലെ. ഈ ജീവി ലൂസിഫറിന്റെ പ്രവർത്തന ഫലമായി ദുഷ്ടതയുള്ളതായി തീർന്ന പൂർവ്വലോകത്തിലെ ജീവിയായിരുന്നു. തന്നിമിത്തം ഇവയെ അന്ത്യ ന്യായവിധി ദിവസം വരെ ബന്ധിച്ചിരിക്കുക. ഇനി നോക്കിക്കേ, ഇവയുടെ മുകളിൽ കുതിരകളെ തെളിയിക്കുന്ന പടയാളികളുണ്ട്. ഇവര് ഉഗ്രന്മാർ തന്നെയാണ്. ഇനി ഈ കുതിരയുടെ വായെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ കുതിരയുടെ വായിൽ നിന്ന് തീയ്, പുക, ഗന്ധകം എന്നിവ പുറപ്പെടുന്നു. തീയ്, പുക, ഗന്ധകം. വാ തുറന്നാൽ അവ ശ്വസിക്കുന്നത് നിമിത്തം മനുഷ്യർ മരിക്കും. ഈ ഈ 20 കോടി കുതിരപ്പടയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും വന്നാൽ പിന്നെ രീതി നോർത്ത് നോക്കി. അവ ശ്വസിക്കുന്നത് നിമിത്തം മനുഷ്യർ മരിക്കും. വാഹനം ഓടിച്ച് പുക കൊണ്ട് ഡൽഹിയിലെങ്ങും മനുഷ്യൻ താമസിക്കാൻ പറ്റിയില്ല, അത്ര പൊല്യൂഷനാണ്. അന്നേരം 20,000 ഈ കുതിരപ്പടയുടെ വായിൽ നിന്ന് വരുന്ന ഗന്ധകം, പുക, തീയെ മനുഷ്യനെ മലിനമാക്കും. വാലിലെ സർപ്പത്തല കൊണ്ട് മനുഷ്യനെ കടിക്കും. ഈ 2 വിധത്തിൽ അന്ന് മനുഷ്യൻ മരിക്കും.
വെട്ടുക്കിളി കൊണ്ടുള്ള പീഡനത്തിൽ ദണ്ഡനമായിരുന്നു. വേദനയുടെ ക്ലൈമാക്സ് ആണ്. അവിടെ മരണം കാണുന്നില്ല. ഇവിടെ ഭയങ്കരമായിട്ട് ശ്വാസമുട്ടൽ വന്ന് ജനം മരിക്കുന്നു. ഈ കുതിരയുടെ വാലിലെ സർപ്പത്തല കൊണ്ട് മനുഷ്യൻ മരിക്കും. മനുഷ്യരിൽ 1/3 മരിക്കും. ഇന്ന് ലോക ജനസംഖ്യ എത്ര ഉണ്ടെന്ന് പറയാമോ? ഇന്ന് ലോക ജനസംഖ്യ 7.5 കോടി. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയപ്പോ 820 കോടി ഉണ്ടെന്നാ. അതിൽ 1/3 മരിക്കുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 273 കോടിയോളം ജനം മരിക്കും. ഒരു കുതിര 13-14 പേരെ കൊല്ലും. 200 കോടി കുതിരപ്പടയുണ്ട്. ഒരു മണിക്കൂർ കൊണ്ടാണ് 1/3 ജനം കൊല്ലപ്പെടുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത് 1 മണിക്കൂർ കൊണ്ട്, വിതിൻ 1 hour. ഇത് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ഇന്ന് ഇതിനെ ഒന്ന് തുറന്നു വിട്ടാൽ എന്നാ സംഭവിക്കുന്നതെന്ന് ഓർത്ത് നോക്കി. ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ എന്തോ സംഭവിക്കുന്നത്. ഭയങ്കര ടെറിബിൾ ആൻഡ് ഹൊറിബിൾ ആയി. എന്തുകൊണ്ടാണ് ഇന്ന് തുറന്നു വിടാത്തത്? ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഭീകര ജീവിയൊന്നും പാതാളത്തിൽ ദൈവം തുറന്നു വിടാതെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുക, ഇന്ന് ലോകത്ത് സമാധാനം നിലനിൽക്കുന്നതിന്റെ കാരണം യേശുവിന്റെ ശരീരമാകുന്ന സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ, മാറ്റപ്പെട്ടു കഴിയുമ്പോൾ വെളിച്ചമില്ലാതാകുകയല്ലേ. പിന്നെ ഇവിടെ എന്താ? കുഞ്ഞാടുകൾ മാറിയ ചെന്നായ്ക്കളായി മാറി, നീതിമാന്മാർ പോയ ദുഷ്ടന്മാരായി, വെളിച്ചം പോയാൽ പിന്നെ ഇരുട്ടായി. നാല് ദൂതന്മാരെ അഴിച്ചു വിട്ടപ്പോൾ 20 കോടി കുതിരപ്പട എന്ത് ചെയ്തു? പുറപ്പെട്ടെന്നാ. ഈ 4 ദൂതന്മാർ ഇവരുടെ തലവന്മാരാണെന്ന് ചിന്തിച്ചോണം. 5 കോടി വീതമുള്ള ഡിവിഷൻ, 20. ഓരോ ഡിപ്പാർട്ട്മെന്റിലും 5 കോടി വീതം കുതിരപ്പടയുണ്ട്. അതിന്റെ തലവന്മാരാണ് ഈ ദൂതന്മാർ. ഇത്രയും വലിയ കുതിരപ്പട ഒരു ഗവൺമെന്റിന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. ആദാമി സൃഷ്ടിക്ക് മുൻപേ ഉണ്ടായിരുന്ന ലോക സൃഷ്ടിയിൽപ്പെട്ട ജീവികളാ ഇതൊക്കെ. പുരാതന ലോകം. ദിനോസറിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദിനോസർ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഈ ലോകത്ത് ഡിനോസർ എന്ന് പറയുന്നൊരു ജീവി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് നാമാവിശേഷമായി പോയി. ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? നിങ്ങൾ ഓർത്തു നോക്കി. എന്തോ വലിയ ജീവിയാ അല്ലേ? പലതും വെളിപ്പെടാതെ ദൈവം തടഞ്ഞു വെച്ചേക്കുന്നതും ഇല്ലാതാക്കുന്നതും ഒക്കെ എന്നാന്നറിയാം, മനുഷ്യന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്.
തലവന്മാരായ ദൂതന്മാരെ അഴിച്ചുവിട്ടതിനാൽ അവരുടെ അനുയായികളും റിലീസ് ചെയ്യപ്പെടുന്നു. പീഡനകാലത്ത് 1 മണിക്കൂർ നേരം അഴിച്ചുവിടും. ഈ ജയിലിലൊക്കെ കുറ്റകൃത്യം ചെയ്തിട്ട് പോകുന്ന ക്രിമിനൽസിനെയൊക്കെ അഴിച്ചുവിടത്തില്ല. പരോൾ എന്ന് പറയും, പരോൾ. ഇവർക്ക് കിട്ടുന്ന പരോൾ 1 മണിക്കൂറാണ്. 1 മണിക്കൂർ കൊണ്ട് അവർ രംഗത്ത് വരുന്നു. അന്ന് ഭൂമിയിലുള്ള ജനസംഖ്യയിൽ 1/3 കൊല്ലും. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച വിഷയം, ഈ എണ്ണപ്പെട്ട 2ാമത്തെ കഷ്ടം ഈ കാഹളമൂതിയപ്പോൾ നടന്നപ്പോ 1/3 ജനം മരിച്ചിട്ടും ശേഷമുള്ള ജനം മാനസാന്തരപ്പെട്ടില്ല. എത്ര ഭീകരവാദല്ലേ! ഒരു മാനസാന്തരപ്പെട്ടില്ല. ഫറവോന്റെ രാജ്യത്ത് മിസ്രൈമിൽ 10 വിധ ബാധകൾ വന്നു. നമ്മുടെ PYP യൂത്ത് മീറ്റിങ്ങിനൊക്കെ 10 ബാധയൊക്കെ പറയുന്ന പിള്ളേരുണ്ട് അല്ലെ? നിങ്ങൾക്കറിയാമോ 10 ബാധകൾ കാണാതെ പറയാം? ആദ്യത്തെ ബാധ എന്നാ? എല്ലാം പറഞ്ഞില്ലേലും ആദ്യത്തെ ബാധ പറ. വെള്ളം രക്തമാക്കി വെള്ളം രക്തമായി. ഒടുവിലത്തെ ബാധയോ? ഒടുവിലത്തെ ബാധയോ? കടിഞ്ഞുള്ള സംഹാരം. യെസ്, അത്രയും ഒന്ന് അറിഞ്ഞിരിക്കണം. എല്ലാം ഒന്നും പറഞ്ഞില്ലെങ്കിലും വെള്ളം രക്തമായി 1ാമത്തെ ബാധ. ഒടുവിലത്തെ ബാധ 10ാമത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരം. ഇത്ര ബാധകൾ വന്നിട്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു തന്നെ ഇരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യർ ഇന്നുമുണ്ട്. മനസ്സിലായോ? രക്ഷിക്കപ്പെടണമെന്നും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യ നരകത്തിൽ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെയും ലോകത്തിന്റെ പാപത്തെ ഭുജിച്ച് ടേസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിക്കുന്നത് മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ഒരു ഉപകരണമായി തീരണം. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. ഇത് അക്ഷരീയമായ സംഭവം നടക്കുന്ന കാര്യമാണ്. ഇത് വെളിപ്പാട് ദിവസം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പേടിയുള്ളവരും അതിനോട് താല്പര്യമില്ലാത്തവരും ഒക്കെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യാറുണ്ട്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളത് നടക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? എന്താണോ ദൈവവചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ ചെയ്യും. ആദ്യത്തെ മിഷണറി ആരാന്നറിയാം? ബൈബിളിലെ ആദ്യത്തെ മിഷണറി വേഗം പറ, പഠിച്ചവരുണ്ടിനകത്ത്. ബൈബിളിലെ ആദ്യത്തെ മിഷണറി അല്ല, അത് ആദ്യത്തെ പുതിയ രക്തസാക്ഷിയാ. ഞാൻ ആദ്യത്തെ മിഷണറിയാ ചോദിച്ചേ. ശമരിയാസ്ത്രീ, ഫിലിപ്പോസ്, ശമരിയാസ്ത്രീ ശമരിയാസ്ത്രീയാണോ ആദ്യത്തെ മിഷണറി? മഗ്ദലക്കാരി മറിയം, യോന 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 മറിയ, യോന മറിയ മഗ്ദലക്കാരി, മറിയ. ദീന ഇതൊന്നും പറയാൻ പാടില്ല. ആദ്യം വിഷ്ണു എന്ന് പറഞ്ഞോണ്ടായിരിക്കും ആദ്യം പ്രപഞ്ചത്തോട് സുവിശേഷം പറഞ്ഞ ആളാരാ? നോഹ.
എനിക്ക് വയ്യ. അല്ലേ? ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുത്തേ. ഹാനോക്ക് ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം എടുക്ക. ഇനി ഇതിപ്പം ബാധിച്ചിട്ടൊന്നും കാര്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എടുത്തേ. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എടുത്തോ? എടുത്തു. എന്നിട്ട് അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. എന്തെങ്കിലും പിടികിട്ടിയോ? God to be the first mission. യഹോവയായ ദൈവം സ്ത്രീയുടെ സന്തതിയായിട്ട് മശിഹ ജനിക്കുമെന്നും സാത്താന്റെ പഴയ പാമ്പായ സാത്താന്റെ തലയെ സ്ത്രീയുടെ സന്തതിയിൽ ജനിച്ചവൻ തകർക്കുമെന്നും ശക്തമായി ദൂത് പറഞ്ഞത് യഹോവയായ ദൈവമാണ്. നിങ്ങൾ ഒരിക്കലും മറക്കല്ല, യഹോവയായ ദൈവമാണ് ആദ്യത്തെ മിഷണറി. ഉൽപ്പത്തി 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. പാമ്പ് കടിക്കുന്നത് കാലില നടക്കുമ്പോ. ഒരു പാമ്പിനെ കൊല്ലുന്നത് അതിന്റെ തലയ്ക്ക് അടിച്ച. ശത്രുവിന്റെ സകല അധികാരങ്ങളെയും കാലുവിൽ തകർത്ത്. നമ്മൾ പാടുമല്ലോ, ശത്രുവിൻ തല തകർത്തവനെ പാത്രയിൽ ജയം തന്നവനെ. മനസ്സിലായോ? കാരണം ആദാമും ഹവയും പാപം ചെയ്തപ്പോൾ ആ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ ദൈവം ഒരുക്കി നിർത്തി. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പുരുഷന്റെ സന്തതിയായിട്ടല്ല യേശു വന്നത്, സ്ത്രീയുടെ സന്തതിയായിട്ടാണ് യേശു വന്നത്. സ്ത്രീയാണ് പാപം ചെയ്തത്. അതുകൊണ്ട് സ്ത്രീയുടെ സന്തതി തന്നെ വന്നു അതിന് പരിഹാരം വരുത്താൻ. ഉൽപ്പത്തി 3-ന്റെ പേര് നിങ്ങൾ മറക്കില്ല കേട്ടോ. പെൻഡറ്റുക്ക് നല്ല നിങ്ങളെ സാർമാർ പഠിപ്പിക്കും. എന്നാൽ ഇതെല്ലാം അതിനകത്ത് വരും കേട്ടോ. ദൈവം സഹായിക്കട്ടെ. നമുക്കിവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യില്ല. നിങ്ങൾ ഇന്ന് വരാത്തവർക്ക് വേണ്ടി നമ്മുടെ പ്രജിത് പാസ്റ്റർ ഓൾറെഡി MDB ഗ്രാജുവേറ്റ് ചെയ്തൊരു ദൈവദാസനാണ്. എങ്കിലും വീണ്ടും ദൈവനം പഠിക്കാനുള്ള താല്പര്യത്തോടുകൂടെ ഇടയ്ക്കുള്ള ക്ലാസ്സുകളൊക്കെ കയറുന്നതാണ്. ഞാൻ അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പ്രജിത് പാസ്റ്റർ ഇന്നത്തെ റെക്കോർഡിങ് വിട്ടുതരും. ഓക്കെ, താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. വിജി ബ്രദർ പ്രാർത്ഥിക്കാമോ?